ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. ആളുടെ പേര് പലർക്കും നേരത്തെ തന്നെ പലർക്കും അറിയാം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ MHMS പ്രോഗ്രാമുകളിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു മുഖമാണ്, വ്യക്തിയാണ്. ദീപ, അദ്ദേഹത്തിന്റെ പേര് ദീപ എന്നാണ്. തിരുവനന്തപുരത്ത് കരമന എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. 2021 DXനെ കുറിച്ച് കേൾക്കാനിടയായത്. കോവിഡ് എല്ലാം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടി ആയപ്പോ അദ്ദേഹത്തിന് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി പിന്നെ തുടരാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കോവിഡിന്റെ ഒരു പ്രോബ്ലം വന്നു. ഇതിന്റെ ഇടയ്ക്കാണ് DXN അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ദീപയെ സ്വാഗതം ചെയ്യുകയാണ്. ദീപ ഇവിടെ എത്തിയിട്ടുണ്ട്. ദീപയെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ ദീപ. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് DXN. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സോറി, ശബ്ദം ഇല്ല കേട്ടോ. ഓക്കെ. എന്റെ പേര് ദീപ എന്നാണ്. ഞാന് DXNൽ വരുന്നത് നവംബർ 2021 DXNൽ എന്നെ എത്തിച്ചത് ബീന അനിൽകുമാർ എന്ന് പറയുന്ന മാഡമാണ്. അപ്പൊ മാഡത്തിനും എന്നെ ഇതിലേക്ക് വരാനായിട്ട് വഴിയൊരുക്കിയ ദൈവത്തിനും ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിറാജുദ്ദീൻ സാറും രാജീവ് സാറിനും വിനീത് സാറിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി പറയുന്നു. DXN 2021 വരാൻ കാരണം എന്ന് പറയുന്നത് സാമ്പത്തികവും വലിയൊരു ഇഷ്യൂ ആണ്. അതിൽ ഉപരി സാറ് പറഞ്ഞതുപോലെ ഒരു വലിയൊരു വിഷമത്തിലായിരുന്നു ഞാൻ. DXNൽ വരുന്നതിന് മുന്നേ ഒരു 2005 ഞാൻ കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഡിഗ്രി എക്സാമിന്റെ റിസൾട്ട് വരെ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ഒരു കുഞ്ഞായി. മോനെ എല്ലാവരുടെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുന്നത് പോലെ തന്നെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു സ്കാനിങ് ചെയ്തായിരുന്നു. ആ സ്കാനിങ്ങില് എനിക്കൊരു ഇഷ്യൂ ഉള്ളതായിട്ട് ഹസ്ബൻഡിനെ ഡോക്ടർ അറിയിച്ചു എന്ന് പറഞ്ഞാൽ കിഡ്നി ഒത്തിരി വീർത്തിട്ടും കിഡ്നി എന്നുള്ള ഒരു ട്യൂബ്, നമ്മളെ യൂറിനറി ബാഗ് വരെയുള്ള ട്യൂബും നല്ല വീർത്തിട്ടാണ് കിടക്കുന്നതെന്നാണ് അറിയിച്ചത്. അപ്പോ ചില കേസിൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചിലവർക്ക് ഇങ്ങനെ ഒരു നീർവീർക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവാം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നായിരുന്നു ഡോക്ടർ ഹസ്ബൻഡിന് കൊടുത്തൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നോക്കണം എന്ന് പറഞ്ഞിരുന്നു. പുള്ളി അതെല്ലാം മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് മോന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു 4 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു വയറുവേദന വന്നു. എല്ലാരും വിചാരിച്ച സിസേറിയൻ ചെയ്തതിലുള്ള ബുദ്ധിമുട്ടാണെന്ന് കരുതി അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഡോക്ടർ റെക്കോർഡ്സ് ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഡോക്ടർ എഴുതി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എഴുതി വെച്ചു. CT സ്കാൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് തന്നെ നല്ലൊരു എമൗണ്ട് CT സ്കാൻ തന്നെ ആയി. അപ്പൊ അതിനകത്ത് അപ്പോഴും അതേ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. കിഡ്നി വീർത്തിട്ടും കിഡ്നി എന്നുള്ള ട്യൂബ് അതേപോലെ വീർത്ത് തന്നെ കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. അന്ന് തൊട്ടുള്ള യൂറിൻ പാസ് ചെയ്ത് ഇടതുവശത്തുള്ള അതിൽ നിന്ന് പാസ് ചെയ്ത് പോവാതെ കിഡ്നിയിൽ ഇത് ഡംപ് ചെയ്ത് കിടന്നിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു പെയിൻ ആണ്. അപ്പൊ കിഡ്നിക്കകത്തെല്ലാം ഒത്തിരി ഫംഗസും ബാക്ടീരിയ ഇതെല്ലാം നിറഞ്ഞു കിടപ്പുണ്ട്. അപ്പോ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത്. മോന് 4 മാസേ ഉള്ളൂ. ഇപ്പൊ കുഞ്ഞിന് ഞാൻ പാല് മാത്രം, അതായത് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു കുപ്പിപ്പാല് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ കുഞ്ഞിനെ എന്ത് ചെയ്യും? കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഒക്കെ ധാരാളമായിട്ട് എടുക്കുമ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവനാകെ പ്രശ്നമാവില്ലേന്ന് കരുതി ഞാൻ എന്റെ വേദന സഹിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒരു 6 മാസം ആവട്ടെ, കുഞ്ഞിനൊന്ന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കാമല്ലോ, കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിടക്കണോണ്ട് കുഴപ്പമില്ല, അമ്മ എങ്ങനെയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും എന്ന് കരുതി 6 months ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഹൈ ഡോസ് ആന്റിബയോട്ടിക്കും ഡൈക്ലോറിൻ A എന്ന് പറയുന്ന പെയിൻ കില്ലറും ധാരാളമായി കഴിക്കേണ്ടി വന്നു. കാരണം വേദന മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡൈക്ലോറിൻ A ഒരു 2 ടാബ്ലറ്റ് അല്ലെങ്കിൽ 3 ടാബ്ലറ്റ് എടുത്താൽ മാത്രമേ എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റുള്ളൂ. അത്രയ്ക്കൊരു അവസ്ഥ. കുഞ്ഞിനെ നോക്കണം, വീട്ടുജോലിയെല്ലാം ചെയ്യണം ഒക്കെ. എന്തായാലും ഒരു 6 months ഞാൻ നിന്നു. മെഡിക്കൽ കോളേജിൽ ശിവരാമൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഇതോടുകൂടി പ്രശ്നം തീർന്നു, ഇനി എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ 100% ഗ്യാരണ്ടിയാണ് ഡാ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതായത് റീഇംപ്ലാന്റേഷൻ ആണ് ചെയ്തത്. അതായത് ട്യൂബ് യൂറിനറി ബാഗിൽ നിന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഡ്രെയിനേജ് ഒക്കെ എങ്ങനെയാണോ നമ്മൾ
തള്ളി വിടുന്ന ആ ഒരു പ്രോസസ്സാണ്. നല്ല പോലെ പസ്സും ഇതെല്ലാം അതിൽ നിന്ന് ഇറങ്ങി പോയി റീഇംപ്ലാന്റേഷൻ ആണ് ചെയ്തു വെച്ചത്. ഇനി ഒരു ഇഷ്യൂസ് ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല സാർ, ഒരു 2 മാസം വരെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. വീണ്ടും ഇൻഫെക്ഷൻ ആവും. യൂറിനറി നോർമലി ഒരു വിമൺ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ ആയി കഴിയുമ്പോൾ ശരിക്കും പസൽസും ബാക്ടീരിയ, അതും ഈക്കോളിക് ബാക്ടീരിയ ആണ്. മനുഷ്യനെ തളർത്തിയിടുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ബാക്ടീരിയ ആണ് അത്. കാരണം എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ. പെയിൻ ആണെങ്കിൽ എത്ര പെയിൻ കില്ലർ കഴിച്ചാൽ പോലും ചില സമയം എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്ന് സ്ഥിരം ഡോക്ടറിനെ കാണും. അപ്പൊ ഇൻഫെക്ഷന് മരുന്ന് തരും, ആന്റിബയോട്ടിക് ഹൈഡോസ് എടുക്കുമ്പോൾ വേദന മാറും. പക്ഷെ എനിക്ക് ഇതിനൊരു കറക്റ്റ് റെമഡി ആ ഡോക്ടറിന് തരാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞങ്ങള് സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്. ഒരു ഡോക്ടറിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഏത് ഡോക്ടറാണ് കൊള്ളാം എന്നുള്ളത് തിരയും. ഹസ്ബൻഡ് വേറെ തിരഞ്ഞപ്പോ പേരൂർക്കട ഒരു പുനർജനി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ രമേശ് എന്ന് പറയുന്ന ഡോക്ടർ ഞങ്ങൾക്ക് തന്ന സജഷൻ എന്ന് പറഞ്ഞാൽ ഈ കിഡ്നിക്ക് തൊട്ട് യൂറിനറി ബാഗ് വരെ അകത്തൊരു സ്റ്റെന്റ്, അത് ട്യൂബ് ഇടാം. അപ്പൊ അതുവഴി യൂറിൻ നന്നായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവില്ല. അപ്പൊ ആ ഒരു റെമഡി എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും അതിനും വില്ലിങ് ആയി. വീണ്ടും സർജറിക്ക് മുതിർന്നു, വീണ്ടും സർജറി ചെയ്തു. സംഭവങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം ചെയ്തു. അപ്പൊ PGDCA പഠിക്കുന്ന സെമസ്റ്റർ എക്സാമിന് പോകുന്നതിനാണ് ഇനി പ്രശ്നം ഇല്ല വരില്ല എന്നുള്ള ഇതിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സാമിന്റെ തലേന്ന് വീണ്ടും ഈ പെയിൻ കൊണ്ടങ്ങ് ഇറങ്ങി എന്നില്ല, ആകെ ഇഷ്യൂ ആണ്. അപ്പം എന്റെ അനീതി പറഞ്ഞു അമൃത ഹോസ്പിറ്റല് എറണാകുളത്ത് ഒന്ന് പോയി നോക്കാം, കാരണം അവിടെ എല്ലാ കേസും ഏകദേശം ഒക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടല്ലോ ചേച്ചി, നമുക്കിനി ലാസ്റ്റ് അവിടെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അമൃതയിലോട്ട് പോയി. ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല, എന്തിനാണ് നിങ്ങൾ ഈ 2ാമത് സർജറി ചെയ്യാനായിട്ട് പോയത്? ആ ഒരു സർജറി ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഇത് റീ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. അതും ഭയങ്കരമായ പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരു ഇതാണ്. കാരണം ചക്ക പഴുത്തു കഴിഞ്ഞാലേ സാറേ, ചക്കപ്പഴത്തിലിട്ട് കുത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് മൊത്തം പൊത്ത് വെളിയിലോട്ട് വരും. എത്രയായിരുന്നാലും നമുക്കത് തുന്നി പിടിപ്പിക്കാനായിട്ട് പറ്റൂല. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഡോക്ടറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, സാറേ എന്റെ ആ കിഡ്നി ഉൾപ്പെടെ ഒന്ന് എടുത്ത് കളഞ്ഞു തന്നാ വലിയ സൗകര്യം. കാരണം എനിക്ക് ഇനി വേദന എനിക്ക് അനുഭവിക്കാനായിട്ട് എനിക്ക് വയ്യ. കാരണം കുഞ്ഞിനെ വളർത്തണം. കുഞ്ഞിനെ ഇപ്പൊ LKG ആ സമയം LKG എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ വളർത്തണം, എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ. കാരണം ഒത്തിരി ക്യാഷ് നമ്മളിങ്ങനെ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നാണക്കേടും കൂടിയാണ്. ചെയ്യുന്ന ടെസ്റ്റുകളാണെങ്കിലോ നമ്മളെ ഏറ്റവും മാനഭംഗപ്പെടുത്തുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ്. MCU, IVP, ഈ ഒരു ടെസ്റ്റിനൊക്കെ ചെന്ന് നമ്മൾ നിന്ന് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാണം കിട്ടും. ഞാൻ കരഞ്ഞു ഞാൻ ഓരോ ടെസ്റ്റിനും ഞാൻ മുമ്പേ നിന്ന്. കാരണം എന്നെക്കാളും കുറെ ഇളയ അനിയന്മാരൊക്കെയാണ് ഈ ടെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ നിൽക്കുന്നത്. ശരിക്കും ഒരാളുടെ മുന്നേ നിന്ന് ഒരു സ്ത്രീ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡ്രസ് ഇടാണ്ട് ഫുൾ നേക്കഡാണ് നിന്ന് മൂത്രം ഒഴിക്കണം. അതാണ് MCU ടെസ്റ്റ്. എങ്ങനെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്, തിരിച്ചെങ്ങനെ ഈ യൂറിൻ അതിലോട്ട് കയറിപ്പോകുന്നു എന്നുള്ള ഒരു ടെസ്റ്റ് അവർക്ക് പഠിച്ചെടുക്കണം. അപ്പൊ അത്രയും ഒരുപാട് ഈ ടെസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ മാനസികമായി ഒരുപാട് തളർന്നു പോകും. ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പോലും ഒരു റിസൾട്ടും കൂടെ ഇല്ലാതെ, സോറി കോള് കയറി വരുന്നു. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും. അത് കഴിഞ്ഞ അമൃതയിൽ, അപ്പം ഞങ്ങൾ എന്തായാലും അമൃതയിൽ സർജറി ഫിക്സ് ചെയ്തു. കാരണം ഈ അകത്ത് കിടക്കുന്നത് എടുത്ത് ട്യൂബും ഫുൾ എടുത്ത് മാറ്റിയേ പറ്റുള്ളൂ. റീഇംപ്ലാന്റേഷൻ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. കിഡ്നി ഒന്നും മാറ്റി കളയൂല. കാരണം നന്നായിട്ട് ക്രിയാറ്റിൻ ഒക്കെ ഫംഗ്ഷനിങ് ഒക്കെ നല്ലതാണ്. കിഡ്നി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു ഉറുമ്പിനെ പോലും നോവിക്കൂല. ജീവനുള്ള ഒരു വസ്തുവിനെ എടുത്ത് കളയില്ല. അതുകൊണ്ട് റീഇംപ്ലാന്റേഷനെ ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അതും സമ്മതിച്ചു. നല്ലൊരു സർജറി, നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. വീട്ടിൽ വന്നിട്ടും 1 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യുന്ന അണ്ടർവെയർ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു മരണത്തിന് പോയാലേ എക്സ്ട്രാ കയ്യിൽ കരുതണം. ഓവുലേഷൻ പാടില്ല. വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവും. യൂറിൻ കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കുടിക്കുന്ന അളവ് കുറയാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട്, അത് മോഷൻ കഴുകുന്നതിന് വരെ എനിക്ക് പല രീതി ഡോക്ടർ പറഞ്ഞു തന്നു. കാരണം ഈക്കോളിക് ബാക്ടീരിയ ഉണ്ട്. മോഷൻ നമ്മൾ കഴുകുമ്പോൾ ബാക്കിലോട്ട് കഴുകണമെന്ന്.
അങ്ങനെ വരെ ട്രെയിനിങ് തന്നു എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. കാരണം ഈ ബാക്ടീരിയ ശരീരത്തിൽ വരാണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരിക്കലും ഈക്കോളിക് ബാക്ടീരിയ നമ്മളെ വീഴുന്ന തന്നെ നമുക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം വെള്ളത്തിലാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഡ്രെയിനേജ് വെള്ളമാണ് അല്ലേ. അപ്പൊ ഈ ഈക്കോളിക് ബാക്ടീരിയ അതുവഴി വന്നൂടെ? എന്തായാലും ഡോക്ടറിന് ഒരു സജഷൻ ഇല്ല, മരുന്ന് മാത്രമേ ഉള്ളൂ. മരിക്കും വരെ മരുന്ന് കഴിക്കുക, എന്ന് കിഡ്നി നിൽക്കുവോ അന്ന് എടുത്ത് കളയാം. ഇതായിരുന്നു ഡോക്ടറിന്റെ റിസൾട്ട്. അങ്ങനെ ആകെ വിഷമത്തിൽ പോകുന്ന സമയത്ത് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 20,000 സാലറി ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന മെഡിസിൻ ഒന്നും വാങ്ങി കഴിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കോവിഡ് ആയ സമയത്ത് പുള്ളി വന്നിട്ട് വീഡിയോഗ്രാഫറാണ്. അപ്പോ വർക്ക് ഇല്ലാണ്ടായി. അപ്പം ഞാൻ അതെ കോവിഡ് സമയത്ത് ഞാൻ ക്യാരിങ് ആണ്. ഒരു മോക്ക് 6 മാസമായി. കോവിഡ് ലോക്ക്ഡൌൺ ആയ സമയത്ത് മോള് ഡെലിവറി കഴിഞ്ഞ 6 മാസം. എന്തോ ദൈവം അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കൂടി എനിക്ക് തന്നൊരു മോളുണ്ട്. ഇപ്പൊ 4 വയസ്സായി. അപ്പോ ക്യാരിങ് ആയ അപ്പോഴെന്തോ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ദൈവദിനം പോലെ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എനിക്കത്. എന്തോ അപ്പോഴൊന്നും ഞാൻ DXN പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. മോളൊക്കെ ഒരു 6 മന്ത്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു ഇഷ്യൂ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ബീന അനിൽകുമാർ സാറിനെ ഞാൻ കാണാൻ ഇടയായത്. മാഡം വന്നിട്ട് ഓഡിറ്റർ ആണ് കോർപ്പറേഷനിലെ. അപ്പൊ ഞാൻ പോയി ഇങ്ങനെ കണ്ടപ്പോ എന്റെ മുഖത്തൊരു വിഷമം ഫീൽ ചെയ്തത് കൊണ്ട് എന്റെ നമ്പർ എന്തോ വാങ്ങി, അറിയില്ല, ദൈവമായിട്ട് ചോദിച്ചു വാങ്ങിച്ചതായിരിക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം നമുക്കായിട്ടൊരു പഴുതിട്ട് തരുമല്ലോ, പിടിച്ച് കയറിക്കോ നീ അതുവഴി രക്ഷപ്പെടുന്നു. അതുപോലെ എനിക്കൊരു കച്ചിത്തുരും വിട്ട് തന്നതാണ് ബീന അനിൽകുമാർ മാഡം. അപ്പൊ മാഡം എന്റെ നിന്ന് നമ്പർ വാങ്ങിച്ചു. അന്ന് വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചു. അവൻ അതിനെന്താ മാഡം പറഞ്ഞോളൂ. പറഞ്ഞപ്പോ നമ്മുടെ തേയിലയും സ്പൈറിനെയും ഇങ്ങനെ ഓരോ ഗാനോഡർമയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കേൾക്കാൻ വില്ലിങ് ആവാതൊന്നും ഇരുന്നില്ല, കേട്ടു. കാരണം ഇനി പരീക്ഷിക്കപ്പെടാൻ എന്തുണ്ട് ജീവിതത്തിൽ, മൊത്തത്തില് പരീക്ഷിച്ച് നടക്കുമല്ലേ, ഇതും കൂടെ എന്തായാലും പരീക്ഷിച്ച് നോക്കാൻ. അപ്പോഴേ എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ കഴിക്ക്, നിനക്ക് രക്ഷ ഉണ്ടാവും. ഞാൻ എന്തായാലും ഇതിനൊക്കെ ഒന്ന് എഴുതി വെച്ചു. കാരണം ഗാനോഡർമ ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ആദ്യം നമുക്ക് ഇതെന്താണ്. എന്തായാലും ഞാൻ ഒരു പേനയും പേപ്പറും എടുത്തു, എഴുതി. സ്പെല്ലിങ് ചോദിച്ച് തെറ്റിപ്പോവരുതല്ലോ, കാരണം ഒക്കെ എഴുതിയെടുത്തു ഞാൻ. എന്നിട്ട് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തു. ഫസ്റ്റ് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ്. നമ്മളെ വിരൽത്തുമ്പിലല്ലേ എല്ലാം ഉണ്ട്. ആര് പറയുന്നതും കേട്ട് വിശ്വസിച്ച് ചാടി വീണ് എടുത്ത് കഴിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. നെറ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഇഷ്ടം പോലെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് തന്നെ കിട്ടും. ഞാനപ്പോ അതിനകത്ത് ഫസ്റ്റ് ചൂസ് ചെയ്ത് സഞ്ജയ് സ്കൂൾ ഓഫ് DXN ആണ്. അതിനകത്ത് നമ്മുടെ സഞ്ജയ് സാറ് നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം പ്രോഡക്റ്റ് വൈസ് ആയിട്ടും പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നോളേജ് തരുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ സുപ്രഭാതം ഇടും പോലെയാണ് ഞാൻ എടുത്തു വെച്ചിട്ട് സഞ്ജയ് സ്കൂൾ ഓഫ് DXN ഇടുന്നത്. മൊത്തം പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ട് പഠിച്ചു. ഞാൻ അതിൽ നിന്ന് ഒരു തേയിലയും സ്പൈറിനെ എന്തായാലും വാങ്ങി മെമ്പർഷിപ്പ് എടുത്തു. കാരണം വില കുറച്ച് കിട്ടണമല്ലോ. അന്ന് പുള്ളിയുടെ ക്യാമറ കൊടുത്തിട്ട് ഈ കോവിഡ് ആയിരുന്ന സമയത്ത് എന്നെ ചികിത്സിക്കാനായിട്ട് പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾക്ക് വരുമാനം വരാൻ വേറെ സോഴ്സും ഇല്ല. അപ്പൊ പുള്ളി ക്യാമറ കൊടുത്തിട്ട് ഈ പൈസ ഡിവൈഡ് ചെയ്തു. കാരണം 7,000 രൂപ വെച്ച് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കണ്ടേ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് എന്റെ കയ്യിൽ ഈ DXN തേയിലയും സ്പൈറിനെയും കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് കാശ് താ, ഞാനിതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കട്ടെ. അങ്ങനെ 1 മാസം കഴിച്ചപ്പോ ആ മാസം ഇൻഫെക്ഷൻ ആയില്ല. ഓ സന്തോഷം, 1 മാസത്തെ 7,000 രൂപ ലാഭമായി. ശരിക്കും പറഞ്ഞാൽ കഞ്ഞിക്ക് ഭാഗ്യം ഇല്ല, ഇത് ആശുപത്രിയിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല വീട്ടില്. കാരണം ഞാൻ ജോലിക്ക് പോകുന്നില്ല, മോളെ ഇട്ടിട്ട് എങ്ങനെ ജോലിക്ക് പോകും? കോവിഡ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന സമയം. എന്തായാലും ആ 1 മാസം എനിക്ക് ഇൻഫെക്ഷൻ ആയില്ല. നെക്സ്റ്റ് മന്തും ഇതേപോലെ തന്നെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ 14,000 രൂപയാണ് ലാഭം ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഹാപ്പിയായി. അങ്ങനെ DXNൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇൻഫെക്ഷൻ ആയില്ല. ഇതാണ് ശരിക്കും ഒരു ഡോക്ടർ നമുക്ക് ചെയ്തു തരേണ്ട. ഞാൻ എന്നിട്ട് ഡോക്ടറിനെ വിളിച്ചിട്ട് പറയണം, ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാനെങ്കിലും എന്തെങ്കിലും. ഉണ്ട് മാഡം, ദിവസവും ആന്റിബയോട്ടിക്കും കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ സാറ് ഇത്രയും ഹൈ ഡോസ് മരുന്ന് കഴിക്കുമ്പോൾ എന്റെ കിഡ്നി അടിച്ചു പോലെ പോകുമ്പോ നമുക്ക് എടുത്ത് കളയാം. നല്ല ലാഘവത്തോടു കൂടിയാണ് സാറ് അടിച്ചു പോകുമ്പോ കാര്യം. കാരണം സാറിന് തന്നെ ഇത് അടിച്ചു പോകുന്നു. അപ്പൊ മറ്റതും കൂടെ പോയാ ഞാൻ ചോദിച്ചു, ചേട്ടാ 1 മാത്രമല്ല 2 പോയി കഴിഞ്ഞാൽ എന്ത്? അത് എനിക്കുണ്ട്, ഞാൻ തരാം. എന്റെ അടുത്ത് സമാധാനിപ്പിച്ചു, എന്റെതും B പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ നിനക്ക് തരാം. എന്തായാലും എല്ലാം കൊണ്ടും DXN എനിക്ക് ജീവിതവും എല്ലാം തന്നു. ഇപ്പൊ ഞാൻ സ്റ്റാർ ഏജന്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്റെ കുഞ്ഞു മക്കൾക്കാണെങ്കിലും എനിക്ക് ആദ്യമേ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. ഡെലിവറിക്കൊക്കെ മുന്നേ ഒക്കെ
സ്പൈറിനൊക്കെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ എന്റെ മോള് വയറി വെച്ച് കഴിക്കൂലേ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. ഞാൻ എന്റെ കുഞ്ഞു മോക്കും ഒക്കെ സ്പൈറിനൊക്കെ വേണ്ട തോതിൽ കൊടുക്കണുണ്ട്. DXനിൽ നിന്ന് കിട്ടുന്ന പൈസ മൊത്തം തിന്നു തീർക്കുവാണോ എന്ന് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് തിന്നാനല്ലേ കിട്ടും? ഞാൻ പറഞ്ഞു, എനിക്ക് അതല്ലേ ആവശ്യം, ഇത്രയും നാൾ എനിക്ക് അതല്ലേ കിട്ടാണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും ഒരു 8,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച് എന്റെ വീട്ടിൽ ഞാൻ പ്രോഡക്റ്റ് കഴിച്ച് സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലെ പടി ചവിട്ടാതിരിക്കുന്ന അതല്ലേ ദൈവഭാഗ്യം. നമുക്ക് വരുമാനമൊക്കെ പിറകെ വന്നോളും. ഞാൻ ഇതുവരെ സാറേ ഒരു അതായത് ബിസിനസ് എന്ന മൈൻഡ് ഫോക്കസ് ചെയ്ത് ഞാൻ DXും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ ആരോഗ്യം കിട്ടിയപ്പോ ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ 27% ബോണസ് ഞാൻ വാങ്ങുന്നുണ്ട്. എന്റെ താഴെ ഒരു സ്റ്റാർ ഏജന്റ് ഉണ്ട്. അധികം താമസിക്കാതെ റൂബി ഞാൻ ആവും, വരുമാനം നേടും. ഇതിനേക്കാളും കൂടുതൽ സന്തോഷത്തോടു കൂടി ഇനിയും ഒരു നല്ല മീറ്റിംഗ് ഞാൻ എടുക്കും. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു.